റോസസിൻ്റെ സാധാ നോർമൽ വെറൈറ്റീസും നമുക്ക് ബഡായിട്ടും ഫ്ലവറായിട്ടുമുള്ള കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ കളേഴ്സൊക്കെയാണ് നമുക്കിപ്പോൾ ബഡ് ഫ്ലവറായിട്ട് നിൽക്കുന്നത്. ബഡല്ല, ഫ്ലവറായിട്ട് നിൽക്കുന്ന കുറച്ച് കളേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇത് പിന്നെ ബാക്കി ഈ ഫ്ലവേഴ്സ് എല്ലാം തന്നെ നമുക്ക് ബഡാണ്. അപ്പോൾ അതിൻ്റെ ഐഡീസ് കാണിച്ചു തരാം. അതിൽ നിന്നും ബഡും സ്പൈക്കുമായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. ഈ അളവിൽ വളർന്നു നിൽക്കുന്ന സ്പൈക്കുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം മിക്കവരും സജസ്റ്റ് ചെയ്യുന്നത് ഫ്ലവറിനേക്കാൾ സ്പൈക്കുള്ളത് ബഡുള്ള പ്ലാന്റ്സ് മതി എന്നാണ് മിക്കവരും പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ആ രീതിയിൽ എടുത്തേക്കുന്നത്. കാരണം അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഫ്ലവർ വിരിയുമ്പോൾ തൊട്ടേ നിങ്ങൾക്ക് ഒരു 2-3 മാസം നിങ്ങൾക്ക് ലൈഫ് കാണുമല്ലോ പൂക്കൾക്ക്. അവിടെ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ എടുത്തേക്കുന്നത്. അല്ലാതെ നമുക്ക് ഫ്ലവറുള്ള പ്ലാന്റ്സ് നല്ലതാണ്. അത് ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ലൈഫ് കിട്ടും കേട്ടോ. അത് കുറേ ദിവസമൊന്നും